ചൈനയ്ക്ക് വ്യക്തമായ സന്ദേശം. ലോകത്തെ ഏറ്റവും വലിയ നാവിക അഭ്യാസത്തിൽ ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യം. ഹവായിലെത്തി ഇന്ത്യൻ നാവികസേന. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ലോകത്തെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ റിം ഓഫ് പസഫിക് എക്സസൈസിൽ പങ്കെടുക്കാൻ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ P-8I പെട്രോൾ വിമാനമാകട്ടെ ഇപ്പോൾ ഹവായിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 30 രാജ്യങ്ങളിൽ അവിടെ 30,000 സൈനികരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നുവെന്ന സൂചനയ്ക്കിടയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര നാവിക അഭ്യാസമായ റിം ഓഫ് പസഫിക് എക്സസൈസ് ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പങ്കെടുക്കാനാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ അത്യാധുനിക സമുദ്ര നിരീക്ഷണ വിമാനം ഇപ്പോൾ അമേരിക്കയിൽ ഹവായിലെ ദ്വീപിലേക്ക് എത്തിയിരിക്കുന്നത്. അമേരിക്കൻ പസഫിക് ഫ്ലീറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു വമ്പൻ നാവിക അഭ്യാസം ജൂൺ 24 മുതൽ ജൂൺ 31 വരെയാണ് നടക്കുന്നത്. ലോകത്തെ 30 രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക ശക്തികളാണ് ഈ അഭ്യാസത്തിന്റെ ഭാഗമാകുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ സുരക്ഷയും സമുദ്രപാതകളുടെ സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനുള്ള രാജ്യങ്ങളുടെ സംയുക്ത ഒരു പ്രതിബദ്ധതയാണ് ഈ ഒരു അഭ്യാസത്തിലൂടെ തന്നെ പ്രകടമാകുന്നത്. ഈ വർഷമാകട്ടെ റിംപാക് അഭ്യാസത്തിന്റെ പ്രമേയമാകട്ടെ പാർട്ട്നേഴ്സ് ഇന്റഗ്രേറ്റഡ് ആൻഡ് പ്രിപ്പയർഡ് അഥവാ സംയോജിതവും സജ്ജരുമായ പങ്കാളികൾ എന്നതാണ്. ഇതാകട്ടെ പേരിൽ മാത്രമുള്ള വിപുലമായ ഒരു അഭ്യാസം മാത്രമായിരിക്കില്ല. ലോക സൈനിക ശക്തികളുടെ ഏറ്റവും വലിയ സംയുക്ത പരിശീലന വേദിയിലെ ഒന്നായി തന്നെ ഇത് മാറുമെന്നതാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ 5 അന്തർവാഹിനികളും അതേപോലെ 206-ലധികം സൈനിക വിമാനങ്ങളും 15 രാജ്യങ്ങളുടെ കരസേനാ വിഭാഗങ്ങളും ഏകദേശം 30,000 സൈനികരും ഇതിൽ തന്നെ പ്രത്യേകമായി പങ്കെടുക്കുന്നുണ്ട്. കടലിലും ആകാശത്തും സങ്കീർണമായ യുദ്ധ സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള പരിശീലനങ്ങളും സമുദ്ര നിരീക്ഷണവും അന്തർവാഹിനി വേട്ടയും വ്യോമ പ്രതിരോധവും സംയുക്ത ആക്രമണ പ്രതിരോധ തന്ത്രങ്ങളും എല്ലാം തന്നെ ഈ അഭ്യാസത്തിന്റെ പ്രധാന ഭാഗമായി തന്നെ പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എത്തിയ P-8I പെട്രോൾ വിമാനം ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും കരുത്തുറ്റ സമുദ്ര നിരീക്ഷണ വിമാനങ്ങളിൽ ഒന്നാണ്. ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുക, സമുദ്ര നിരീക്ഷണം നടത്തുക, ദീർഘദൂര രഹസ്യാന്വേഷണം നടത്തുക തുടങ്ങിയ അത്യാധുനിക ശേഷിയുള്ള ഈ വിമാനം ഇന്ത്യൻ സമുദ്ര സുരക്ഷയുടെ നട്ടെല്ലായി തന്നെ കണക്കാക്കപ്പെടുന്നവയാണ്. ഇന്ത്യൻ സ്ഥാപകരിൽ അതിൽ നിന്ന് ഈ ഒരു പങ്കാളിത്തത്തെ വളരെ നിർണായകമാക്കും എന്നതാണ് വിശേഷിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യവും സുരക്ഷയും നിയമാധിഷ്ഠിതവുമായ ഇൻഡോ പസഫിക് മേഖല സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രകടനമാണ് റാംപോക്ക് പങ്കാളിത്തം എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല 1971 ആരംഭിച്ച റിംപാക് അഭ്യാസത്തിന്റെ 30ാമത് പതിപ്പാണ് ഇത്തവണ നടക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന തന്ത്രപ്രധാനമായ മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ ഈ ഒരു അഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരിക്കുകയാണ്. ലോക സമുദ്രങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പങ്കാളി രാജ്യങ്ങൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ സംയുക്തമായി തന്നെ പ്രവർത്തിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ അഭ്യാസം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ സജീവ സാന്നിധ്യം ഇൻഡോ പസഫിക് മേഖലയിലെ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സൂചനയായി തന്നെയാണ് ഇവിടെ മറ്റൊരു രീതിയിൽ പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല വരും വർഷങ്ങളിൽ സമുദ്ര സുരക്ഷാ രംഗത്ത് ഇന്ത്യയുടെ പങ്ക് കൂടുതൽ നിർണായകമാകുമെന്ന സൂചനയും ഈ അഭ്യാസത്തിലൂടെ തന്നെ നൽകുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.